Good morning, Srikutti, Tadisha. എല്ലാവർക്കും good morning. Anisha, welcome. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, എല്ലാവരും എത്തട്ടെ കേട്ടോ. 11 മണി കഴിഞ്ഞു. A equal to 3/4b, b equal to 1/5c എങ്കിൽ a is to b is to c എത്രയാണ്? a എന്ന് പറയുന്നത് 3/4b ആണ്, b എന്ന് പറയുന്നത് 1/5c ആണ്. എങ്കിൽ a is to b is to c എത്രയാണ്? നിങ്ങൾ ചെയ്തോ, ഞാൻ എന്നിട്ട് പറഞ്ഞുതരാം. അമ്മ വന്നില്ലേ ഇന്ന്? a is equal to 3/4b, b equal to 1/5c എങ്കിൽ a is to b is to c എത്രയാണ്? ഒരാളെ ചെയ്തോളല്ലോ, എല്ലാരും ചെയ്തോ? മൂന്ന് പേർക്കും 3 ആൻസർ ആണല്ലോ. ആണോ? ആ, 3 അല്ല 6 പേരുണ്ട്, പക്ഷെ ആരും ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. എന്തേ ബാക്കിയുള്ളവരെല്ലാം എന്തേ? കാണുന്നില്ലല്ലോ. ഡിങ്കം വന്നില്ല, അമ്മു വന്നില്ല, സ്ട്രിബ്ലി ഗേറ്റ്വേ വന്നില്ല. നോക്കാം. a ഈക്വൽ ടു 3/4b ഇല്ലേ? b എന്ന് പറഞ്ഞാൽ 1/5c എങ്കിൽ a is to b is to c എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ? ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a/b എന്ന് പറഞ്ഞാൽ 3/4 എന്ന് കിട്ടും. b/c എന്ന് പറഞ്ഞാൽ 1/5 എന്ന് കിട്ടും. ഇത്രേ എഴുതാൻ അറിയാത്തവരുണ്ടോ? a/b എന്ന് പറഞ്ഞാൽ 3/4, b/c എന്ന് പറഞ്ഞാൽ 1/5. ഇത്രയും ക്ലിയർ ആണോ? അതെ, ഓക്കെ. ഇനി എന്താ ചോദിച്ചേക്കുന്നേ? a is to b is to c ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് എഴുതാം. a എന്ന് പറയുന്നത് 3 ആണ്, b എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ a is to b എന്ന് പറഞ്ഞാൽ 3 is to 4 ആണ്. b is to c എന്ന് പറഞ്ഞാൽ 1 is to 5 ആണ്. എങ്കിൽ a is to b is to c എത്രയാണ്? അത് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് എഴുതിയായിരുന്നു? ആദ്യം a is to b is to c എന്ന് എഴുതി. ഇനി a is to b എന്ന് പറയുന്നത് 3 is to 4 ആണ്, അത് നമ്മൾ ഇവിടെ എഴുതി. b is to c എന്ന് പറയുന്നത് 1 is to 5 ആണ്, അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി എന്താ? ഈ 4 എവിടെ എഴുതി? ഇവിടോട്ട് എഴുതി. ഈ 1 എവിടെ എഴുതി? ഇങ്ങോട്ടും എഴുതി. ഇത്രയും ക്ലിയർ അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. ഇനി എന്താ ചെയ്താൽ മതി? 3 into 1 3, 4 into 1 4, 4 into 5 20. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 3 is to 4 is to 20 ആണ്. ക്ലിയർ ആണോ? ശ്രീകുട്ടി വന്നു. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? നീഷ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. a എന്ന് പറയുന്നത് 5/7b ആണ്, b എന്ന് പറയുന്നത് 2/3c ആണ്. എങ്കിൽ a is to b is to c എത്രയാണ്? a എന്ന് പറയുന്നത് 5/7b ആണ്,
ബി എന്ന് പറയുന്നത് 2/3 C ആണ്. എങ്കിൽ A is to B is to C എത്രയാണ്? ചെയ്തോ? ആരുടെയും പോൾ വരുന്നില്ലല്ലോ. പോൾ വന്നില്ലേ? ഒരാളുടെ വന്നു. ഓക്കെ, ഇതെങ്ങനെ വന്നു? എ എന്ന് പറയുന്നത് 5/7 B ആണ് ഇല്ലേ? ബി എന്ന് പറയുന്നത് 2/3 C ആണ്. എങ്കിൽ A is to B is to C എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? A/B എന്ന് പറഞ്ഞാൽ 5/7 ആണ്. B/C എന്ന് പറഞ്ഞാൽ 2/3 ആണ്. എങ്കിൽ A is to B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5:7 എന്ന് കിട്ടും. B is to C എന്ന് പറഞ്ഞാൽ 2:3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ A is to B is to C എത്രയാണ്? A is to B എന്ന് പറഞ്ഞാൽ 5:7 അത് എഴുതി. B is to C എന്ന് പറഞ്ഞാൽ 2:3 അതും എഴുതി. എന്താണ് 7 എന്ന് പറയുന്നത് ഇങ്ങോട്ട് എഴുതി. പിന്നെ 2 എന്ന് പറയുന്നത് ഇങ്ങോട്ട് എഴുതി. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 into 2 10, 7 into 2 14, 7 into 3 21. ആൻസർ എന്ത് കിട്ടി? 10:14:21 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് കുഴപ്പമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിലിംസിലും വരാം. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മെയിൻസിനായിരിക്കും പ്രതീക്ഷിക്കുക. കാരണം സിലബസിൽ പറഞ്ഞിട്ടില്ല. ഇനി ഇപ്പൊ പ്രിലിംസിൽ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ എന്തായാലും ഈ കോഴ്സിൽ ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എടുക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്നത് 4/9 B, ബി എന്ന് പറയുന്നത് 2/7 C എങ്കിൽ A is to B is to C എത്രയാണ്? A എന്ന് പറഞ്ഞാൽ 4/9 B, B എന്ന് പറഞ്ഞാൽ 2/7 C എങ്കിൽ A is to B is to C എത്രയാണ്? എന്തേ എല്ലാരും എന്തേ? നിതിൻ വന്നില്ല, ഡിങ്കം വന്നില്ല, അമ്മു വന്നില്ല, പൊന്നൂസ് വന്നില്ല, ആരും ഇല്ലല്ലോ. ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ? ആർക്കെങ്കിലും സഫീന വന്നില്ല. ക്ലാസ്സിൽ കയറാൻ പറ്റാതെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അറിയില്ല. അതെ, ആയിരിക്കാം. എന്ത് വരും ഇത്? എ എന്ന് പറഞ്ഞാൽ 4/9 B ആണ്. ബി എന്ന് പറഞ്ഞാൽ 2/7 C ആണ്. എങ്കിൽ A is to B is to C എത്രയാണ്? ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ A/B എന്ന് പറഞ്ഞാൽ 4/9, B/C എന്ന് പറഞ്ഞാൽ 2/7 എങ്കിൽ A is to B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 4:9 ആണ്. B is to C എന്ന് പറഞ്ഞാൽ 2:7 ആണ്. എങ്കിൽ A is to B is to C എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി?
4:9. ഈ 9 ഇവിടെ എഴുതി. B:C 2:7 എഴുതി. ഈ 2 ഇതേപോലെ എഴുതി. ആൻസർ എന്ത് കിട്ടി? 4 × 2 8, 9 × 2 18, 9 × 7 63. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതെ, നമ്മൾ 10-ാം തീയതി മുതലാണ് SCRT സയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നേ. 10-ാം തീയതി. ചാപ്റ്റർ വൈസ് 10 മുതൽ താഴോട്ട് പോവാം. അതല്ലേ നല്ലത്? 10-ാം ക്ലാസ് മുതൽ 5-ലോട്ട് പോവാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യും, ക്ലിയർ ആവും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അവിടെയൊക്കെ അല്ലേ. അങ്ങനെ പോവാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് തീരുമ്പോ നമുക്ക് സോഷ്യൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോഷ്യലും കൂടി വേണോ? നമുക്കൊന്ന് ടൈം അഡ്ജസ്റ്റ് ആക്കട്ടെ കേട്ടോ. എന്നിട്ട് റെഡി ആക്കാം. A:B എന്ന് പറയുന്നത് 7:5 ആണ്. B:C എന്ന് പറയുന്നത് 8:9 ആണ്. എങ്കിൽ A:C എന്താണ്? അല്ലേ? A:C എന്താണ്? അപ്പൊ എന്താ വരുന്നത്? A:B എന്ന് പറയുന്നത് 7:5 ആണ്. അല്ലേ? B:C എന്ന് പറയുന്നത് 8:9 ആണ്. എങ്കിൽ A:C എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാ, നമുക്കറിയാം A:B, B:C. അപ്പൊ A:C ആണ് കണ്ടുപിടിക്കേണ്ടത്, ഇല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. നമ്മുടെ ABC എന്ന് എഴുതുമ്പോൾ, ABC എന്ന് എഴുതുമ്പോൾ A:B എന്ന് പറയുന്നത് എന്ത് കിട്ടി? 7-ഉം 5-ഉം ആണ്, അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സിയുടെ സ്ഥാനത്തും 5 തന്നെ എഴുതി. B:C എന്ന് പറഞ്ഞാൽ 8:9 ആണ്, അല്ലേ? ഇവിടെ എന്ത് എഴുതി? 8 എന്ന് തന്നെ എഴുതി. ഇന്നുകൂടെ ഉള്ള ഈ പാട് കേട്ടോ. ഇന്നിപ്പോ റൈറ്റിംഗ് പാട് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 8 × 7 56, അല്ലേ? 5 × 8 40, 9 × 5 45, 9 × 5 45. അപ്പൊ എന്ത് ചെയ്തു? A:C ആണ്. A:C എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 56:45 എന്ന് കിട്ടി, അല്ലേ? 56:45 എന്ന് കിട്ടി. അത് ക്ലിയർ അല്ലേ? ഇനി ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ A:B യും എന്താണ്? B:C യും എഴുതി. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? A:C എഴുതാൻ ഇങ്ങനെ എഴുതിയില്ലേലും കുഴപ്പമില്ല. ആദ്യത്തെ 2 നമ്പേഴ്സ് 8 × 7 അത് തന്നെ ആയിരിക്കും എന്ത്? A എന്ന് പറയുന്നത്. A:C എന്ന് പറയുന്നത് 5 × 9 ആയിരിക്കും, 45. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. A:B യും B:C യും എഴുതി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും 56. 9 × 5 45. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ക്ലിയർ ആണോ? 2 മെത്തേഡും ക്ലിയർ ആണോ? അനീഷ, ശ്രീകുട്ടി, A അങ്ങനെ വരുമോന്നോ? ശ്രീകുട്ടി ഒന്ന് ഓർത്ത് നോക്ക്. നമുക്ക് A എന്ന് പറയുന്നത് 7 അല്ലേ കിട്ടിയിരിക്കുന്നേ? ഇവിടെ B എന്ന് പറയുന്നതല്ലേ 8 കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുവാണെങ്കിലും എന്തേ വരുള്ളൂ? ഈ 8 എന്ന് പറയുന്നതല്ലേ ഇങ്ങോട്ട് എഴുതുക. മനസ്സിലായോ? ഇപ്പൊ 7, 5 നമുക്ക് തന്നിട്ടുള്ളൂ. 8, 9 ആണ് തന്നിരിക്കുന്നത്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം നമ്മൾ A:B:C ചെയ്യുമ്പോഴും ഈ 8 അല്ലേ ഇങ്ങോട്ട് എഴുതുക. മനസ്സിലായോ? അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? 8 × 7 അല്ലേ 56, അല്ലേ? ഇതേപോലെ ഇനി A:C എഴുതുമ്പം C എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ B തന്നെയല്ലേ നമ്മൾ എഴുതുക. പിന്നെ C എന്ന് പറയുന്നത് 9 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുമ്പോഴും 5 × 9 45 അല്ലേ? നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യണമെന്നില്ല. ഈ മെത്തേഡ് ചെയ്യണമെന്നേ ഇല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു മെത്തേഡ് നമുക്കറിയാവുന്ന ഒറ്റ മെത്തേഡ് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഈ മെത്തേഡ് ചെയ്താൽ ഇതിനകത്ത് നമുക്ക് എന്താ? A:C എഴുതാം, A:B എഴുതാം, B:C എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. ഈ ഒരു മെത്തേഡ് മതി. പിന്നെ ഞാൻ ഇങ്ങനെയും ചെയ്യാം എന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? സുകന്യ, ശ്രീകുട്ടി, മേഘ? മേഘ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അടുത്തത് A:B എന്ന് പറയുന്നത് 3:4 ആണ്.
B/C എന്ന് പറയുന്നത് 7:9 ആണ്. എങ്കിൽ A/C എത്രയാണ്? A/B എന്ന് പറയുന്നത് 3:4 ആണ്. B/C എന്ന് പറയുന്നത് 7:9 ആണ്. എങ്കിൽ A/C എത്രയാണ്? ഒറ്റയടിക്ക് നോക്കുന്നവർക്കാണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? 3 × 7 21, 4 × 9 36 അല്ലേ? അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ലെന്നുണ്ടെങ്കിൽ A/B 5. അപ്പൊ ആ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. 4:11 ആയിരുന്നോ? ഇത് വേറെ ക്വസ്റ്റ്യൻ അല്ലേ? ഇതിന്റെ ആൻസർ കിടപ്പില്ല. അപ്പൊ ആൻസർ എന്ത് വരും? ഒന്നുകിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 7 21 എന്ന് കിട്ടും. ഇനി 4 × 9 36 എന്ന് കിട്ടും. ഇതിനെ 2-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7-ഉം 12-ഉം കിട്ടും. ഇതൊരു മെത്തേഡ് അല്ലേ? ഇത് ഒരു മെത്തേഡ്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? A/B/C നമ്മൾ സാധാരണ എഴുതുന്ന പോലെ A/B എന്ന് പറയുന്നത് 3:4 ആണ്. B/C എന്ന് പറയുന്നത് 7:9 ആണ്. ഇവിടെ 4 എഴുതി, ഇവിടെ 7 എഴുതി. ആൻസർ എന്ത് വന്നു? 3 × 7 21, 4 × 7 28, 9 × 4 36. ആൻസർ എന്തൊക്കെയാ നമുക്ക് വേണ്ടേ? എയും സിയുമാണ്. 21:36 ആണ്. ഇനി ക്ലിയർ ആകാത്തവരുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? പക്കയായോ? ഓക്കെ, ഇതിൽ ആൻസർ കിടപ്പുണ്ട്. A/B എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തെ പേജിലോട്ട് എഴുതാം. 5:9-ഉം 4:11-ഉം അല്ലേ? ഇത് നോക്കിക്കോ. A/B എന്ന് പറയുന്നത് 5:9 ആണ് അല്ലേ? B/C എന്ന് പറയുന്നത് 4:11 ആണ്. എങ്കിൽ A/C എത്രയാണ്? അപ്പൊ എന്ത് വരും? A/B എന്ന് പറയുന്നത് 5:9, B/C എന്ന് പറയുന്നത് 4:11. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് എത്രയാ കിട്ടുന്നത്? 5 × 4 ആണ്. C എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? 9 × 11 ആയിരുന്നു അല്ലേ? അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ എന്താണ്? A/B/C എന്ന് എഴുതിയും ചെയ്യാം. ഇത് ഞാൻ ഒന്നുകൂടെ പറയണോ? ഇത് അറിയാത്തവരുണ്ടോ? ഇല്ല. ഗാഥ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:5-ഉം അവയുടെ ലസാഗു LCM 140-ഉമായാൽ വലിയ സംഖ്യ ഏതാണ്? രണ്ട് സംഖ്യകളുടെ LCM 4:5-ഉം അവയുടെ ലസാഗു 140-യുമായാൽ വലിയ സംഖ്യ ഏതാണ്? പോലില്ല. ആകെ രണ്ടുപേരെ ചെയ്തോളൂ. നോക്കാം. രണ്ടുപേർക്ക് രണ്ട് ഉത്തരവായിരുന്നു. ഓക്കെ.
ഇതിൽ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നേ? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:5 ആണ് ഇല്ലേ? രണ്ട് സംഖ്യകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. അവയുടെ ലസാഗു LCM എന്ന് പറയുന്നത് എന്താണ്? 140 ആണ് എങ്കിൽ വലിയ സംഖ്യ ഏതാണ്? അങ്ങനെ വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മുടെ LCM ഡിവൈഡ് ബൈ എന്ത് ചെയ്യാ? ആ ചെറിയ റേഷ്യോ. അപ്പൊ എത്ര കിട്ടി? 35 ആണ്. പിടി കിട്ടിയോ? നമ്മുടെ LCM എത്രയാണോ അതേ ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ചെറിയ സംഖ്യ ചെയ്താൽ മതി. അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്ത് കിട്ടി? 35 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനെ, രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:4 അവയുടെ ലസാഗു 180 വലിയ സംഖ്യ ഏതാണ്? വലിയ സംഖ്യ ഏതാണ്? വലിയ സംഖ്യ ഏതാണ്? ചെയ്തോ? ഇതെങ്ങനെയാ ചെയ്യാ? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:4 അവയുടെ ലസാഗു 180 വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 180 ബൈ നമ്മുടെ ചെറിയ റേഷ്യോ എത്ര വന്നു? 3 വന്നു, 60 എന്ന് വന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനെ, രണ്ട് സംഖ്യകളുടെ അംശബന്ധം 5:6 അവയുടെ ഉസാഗ 8 വലിയ സംഖ്യ ഏതാണ്? മറ്റേത് ലസാഗു ആയിരുന്നു, ഇവിടെ എന്താണ്? ഇവിടെ വലിയ സംഖ്യയാണ് വരുന്നത്. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:4 അവയുടെ ലസാഗു 180 എന്ത് വരും? 180/3 ആണ് എന്ന് വെച്ചാൽ ചെറിയതാണ്. അത് ഞാൻ പറഞ്ഞുതരാം ശ്രീകുട്ടി, നോക്കിക്കോ കേട്ടോ. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 5:6 അവയുടെ ഉസാഗ 8 വലിയ സംഖ്യ എത്രയാണ്? പോളിടാം. ആണോ? ഞങ്ങളെ ഓർക്കുമായിരുന്നു ഇന്ന് എല്ലാരും എവിടെ പോയിന്ന്. ഞാൻ പറഞ്ഞുതരാം, കൺസെപ്റ്റ് കൂടെ പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് തിരിഞ്ഞു പോവില്ല കേട്ടോ. നോക്കാം. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ? രണ്ട് സംഖ്യകളുടെ അംശബന്ധം എന്താ? 5:6
അവയുടെ ഉസാഗ 8 വലിയ സംഖ്യ ഏതാണ്? അപ്പൊ എന്താ ചെയ്തത്? വലിയ സംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ഉസാഗ ഇൻറ്റു എന്ത് ചെയ്യാ, വലിയ റേഷ്യോ 8 × 6 എന്ത് കിട്ടി? 48 എന്ന് കിട്ടി. മനസ്സിലായോ? നമ്മുടെ ഉസാഗയാണ് കണ്ടുപിടിക്കുന്നത്, ഉസാഗയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ ഉസാഗ ഇൻറ്റു എന്ത് ചെയ്യാ, ആ വലിയ റേഷ്യോ ഏതാണോ അത് ചെയ്യുക. പിടി കിട്ടിയോ? അപ്പൊ ഞാൻ ഒരു കൺസെപ്റ്റ് പറയാം, ഒരു ക്വസ്റ്റ്യൻ പറയാം. 5, 10 എന്ന് പറയുന്ന രണ്ട് നമ്പര്, ഇതിന്റെ HCF എത്രയാണ്? 5, 10ന്റെ HCF എത്രയാണ്? പറഞ്ഞേ, എല്ലാരും പറഞ്ഞേ. 5 ആണ് അല്ലേ? HCF 5 ആണ്. ഇതിന്റെ റേഷ്യോ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റേഷ്യോ എന്താണ്? 5, 10ന്റെ റേഷ്യോ എന്താണ്? 1:2 ആണ് അല്ലേ? 1:2 ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുകയാണ് രണ്ട് സംഖ്യകളുടെ അംശബന്ധം എന്താണ്? 5, 10. അവയുടെ ഉസാഗ എത്രയാണ്? 5. അപ്പൊ നമുക്ക് അംശബന്ധം 1, 2 ആണ്. അതിന്റെ ഉസാഗ 5ഉമാണ്. അതിന്റെ ഉസാഗ എന്താണ്? 5ഉമാണ്. എങ്കിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ HCFനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ഇതിലെ വലിയ സംഖ്യ കിട്ടുക. ഈ HCFനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ നമുക്ക് 10 കിട്ടുക. ഇതാണ് ഇതിലെ കൺസെപ്റ്റ്. മനസ്സിലായോ? അപ്പൊ 5നെ വലിയ റേഷ്യോ കൊണ്ട്, നമ്മുടെ HCFനെ വലിയ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുക? HCF, ഈ ആൻസർ കിട്ടുക. മനസ്സിലായോ? വലിയ സംഖ്യ കിട്ടുക. മനസ്സിലായോ അഭിഷേകേ? മനസ്സിലായോ? ഓക്കെ. അതേപോലെ നമുക്ക് LCMന്റെയും കൂടെ നോക്കാം. 5, 10 LCM എത്രയാണ്? 5, 10ന്റെ LCM എത്രയാണ്? 5, 10ന്റെ LCM 10 ആണ്. ഇതിന്റെ റേഷ്യോ എത്രയാണ്? 1:2 ആണ്. ഇതിന്റെ റേഷ്യോ എത്രയാണ്? 1:2 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ റേഷ്യോ 1:2ഉം ഇതിന്റെ LCM എന്ന് പറയുന്നത് 10ഉമാണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? നമ്മൾ എന്താ ചെയ്യുന്നേ? ഈ LCMനെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ നമ്മൾക്ക് ഈ 10 കിട്ടുക. LCMനെ ഈ ചെറിയ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ ഈ 10 കിട്ടുക. ക്ലിയർ ആണോ? അപ്പൊ രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആയോ? ഇനി മറക്കോ? ഇല്ല. അപ്പൊ നിങ്ങള് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മറന്നുപോയി. നമ്മൾ പറയാണ് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ HCF ഇൻറ്റു എന്താണ് വലിയ റേഷ്യോ എന്ന് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ വയ്യ, അല്ലെങ്കിൽ നമ്മളത് പരീക്ഷയ്ക്ക് മറന്നുപോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ഓർക്കുക, രണ്ട് സംഖ്യകളുടെ അംശബന്ധം 5:6 ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, നമുക്കറിയാവുന്ന രണ്ട് സംഖ്യകൾ 5ഉം 10ഉം എടുത്തു. ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ കിട്ടും 1:2 ആണ് അല്ലേ? 1:2 ആണ്. അപ്പൊ ഇതിന്റെ ഉസാഗ HCF എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് അറിയാം. ഇതിന്റെ വലിയ സംഖ്യ ഈ 10 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5നെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ, മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ എന്ത് കിട്ടി? 10 കിട്ടി. അതേപോലെ ആയിരിക്കുമല്ലോ നമ്മുടെ ക്വസ്റ്റ്യനും. എന്ത് വരും? 3:8 എന്നാണ് നമ്മുടെ റേഷ്യോ ഇല്ലേ? 3:8 എന്നാണ് നമ്മുടെ റേഷ്യോ. ഇതിന് ഉസാഗ എന്ന് പറയുന്നത്, HCF എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി ഇല്ലേ? 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലിയ സംഖ്യ 3:6 ആണല്ലേ? 6 ആണ്. അപ്പൊ ഇതിന്റെ വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും എന്തേ വരുള്ളൂ? ഇവിടെ 5 × 2 ആണെങ്കിൽ ഇവിടെ ഏതാണ്? HCF ഇൻറ്റു വലിയ അംശബന്ധം 6 × 8 48. ഇനി ഇത് മറക്കോ ആരേലും? ഏതാണ്? ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF എന്നുള്ള ഇക്വേഷനോ? അതിന് നമുക്ക് LCMഉം HCFഉം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീകുട്ടി, നമുക്ക് LCMഉം HCFഉം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അങ്ങനെ എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് LCMഉം HCFഉം എത്രയാണെന്ന് അറിയില്ലല്ലോ, സംഖ്യകളും അറിയില്ല. പിന്നെ നമ്മൾ എങ്ങനെ അത് ചെയ്യും? അത് പറ്റില്ല. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ.
ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ഇത് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അതെ. അടുത്തത് നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്തത് അപ്പൊ നിങ്ങൾ ഒരിക്കലും നമ്മളിങ്ങനെ കാണാതെ പഠിക്കല്. നമ്മൾ ടെക്സ്റ്റിലൊക്കെ നോക്കിയാ ഇങ്ങനെ എഴുതി വെച്ചിരിക്കും. എന്താ? വലിയ സംഖ്യ ഇൻറ്റു എന്താ HCF, അല്ലെങ്കിൽ ചെറിയ സംഖ്യ ഇൻറ്റു HCF, അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നേ. അത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4 ടോപ്പിക്ക് കഴിയുമ്പോഴത്തേന് ഇത് വീണ്ടും വിട്ടുപോകും. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അത്രയുള്ള സമയം നമുക്കുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെ മനസ്സിൽ വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ കണക്ക് പഠിക്കാവുള്ളൂ. ഒത്തിരി പേർക്ക് കണക്ക് എനിക്കറിയാം ബുദ്ധിമുട്ടാണെന്ന്. നോക്കാം. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:5 അവയുടെ ഉസാക 12 വലിയ സംഖ്യ ഏതാണ്? രണ്ട് സംഖ്യകളുടെ അംശബന്ധം എന്ന് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണ്. അവയുടെ ഉസാക HCF എന്ന് പറയുന്നത് 12 വലിയ സംഖ്യ ഏതാണ്? ഇതാണ് നമ്മൾ പഠിക്കുന്നത്. പോളിടാം. ഇനിയിപ്പൊ എല്ലാരും ഇത് ശരിയാക്കുക കേട്ടോ. എന്തേ നമ്മുടെ അഭിഷേക് വന്നിട്ട് പോയോ? അഭിഷേകിന് മനസ്സിലായോ? ഒന്ന് റെക്കോർഡ് കാണണം കേട്ടോ ആദ്യത്തെ പോർഷൻ. നമ്മൾ പഠിച്ചായിരിക്കും, നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും അഭിഷേക് ഇത്. എന്നാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പൊ 6 പേരും ക്ലിയർ ആക്കി. സന്തോഷം. എന്താ വരിക? രണ്ട് സംഖ്യകളുടെ അംശബന്ധം. റെക്കോർഡോ? മേഘയ്ക്ക് മെയിലിൽ ആദ്യമേ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരിക്കും റെക്കോർഡ് കാണാനുള്ള. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ റെക്കോർഡ് കാണാൻ പറ്റും കേട്ടോ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന താമസമേ ഉള്ളൂ. ഓക്കെ. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 3:5 അവയുടെ ഉസാക 12 വലിയ സംഖ്യ എത്രയാണ്? വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മുടെ ഉസാഖേനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഹയസ്റ്റ് റേഷ്യോ ഏതാണോ അത് വെച്ച് 12 × 5 60. ക്ലിയർ അല്ലേ? അടുത്ത രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2:7 അവയുടെ ഉസാക 10 വലിയ സംഖ്യ ഏതാണ്? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2:7 അവയുടെ ഉസാക 10 വലിയ സംഖ്യ ഏതാണ്? ഏതാണ്? രണ്ട് സംഖ്യകളുടെ അംശബന്ധം 2:7 അവയുടെ ഉസാക 10 വലിയ സംഖ്യ എത്രയാണ്? അപ്പൊ രണ്ട് സംഖ്യകളുടെ അംശബന്ധം എന്ന് പറയുന്നത് 2:7 അവയുടെ ഉസാക 10 നമുക്ക് വലിയ സംഖ്യ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10 × ഹയസ്റ്റ് റേഷ്യോ. അപ്പൊ എന്ത് കിട്ടി? 10 × 7 70. ക്ലിയർ ആണോ? അടുത്തത് ഒരു ബാഗിൽ 7:4:4 എന്ത് പറ്റി? നീരജ എന്ത് ചെയ്തു? ഇത് ഓൺ ആക്കിയോ? വീഡിയോ ഓൺ ആക്കിയോ?
നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഓക്കെ ഓക്കെ, കാണാം അല്ലേ? നീരജയാണെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് റിമൂവ് ചെയ്യാനും പറ്റില്ല. റിമൂവ് ചെയ്താൽ പിന്നെ നീരജയ്ക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അതാ പ്രശ്നം. തന്നെ ഓഫ് ചെയ്യണേ. ആ ഓക്കെ. ഇപ്പൊ ഓക്കെ ആയിട്ടോ. ഓക്കെ. ഒരു ബാഗിൽ 7:4:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. ആകെ ആ ബാഗിൽ 200 രൂപയാണ് ഉള്ളതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? ഒന്ന് ആലോചിച്ച് ചെയ്തോളൂ. ഇത് നേരത്തെ PYQ ആണ് കേട്ടോ. ഒരു ബാഗിൽ 7:4:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. ആകെ ആ ബാഗിൽ 200 രൂപയാണ് ഉള്ളതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയ്തോ? ഒന്ന് ചിന്തിച്ച് ചെയ്തോ. നിങ്ങളിൽ ആരെങ്കിലും എഞ്ചിനീയറിംഗ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടോ? ഇലക്ട്രോണിക്സ് പോളിടെക്നിക് ലെക്ചറർ? ഇല്ല. നമ്മൾ അതിന്റെ ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരാളെ ചെയ്തോളൂ അല്ലേ? ഇതാണ് നമ്മുടെ റിസൾട്ട്. നോക്കാം. അപ്പൊ ഇതറിയാത്തവരൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരു ബാഗിൽ 7:4:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ എന്തൊക്കെയുണ്ട്? 1 രൂപയുണ്ട്. ഇത് ശ്രദ്ധിച്ചോണേ. 1 രൂപയുണ്ട്, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട്. ആകെ ആ ബാഗിൽ 200 രൂപയാണ് ഉള്ളത് ഇല്ലേ? ആകെ ആ ബാഗില് 200 രൂപയാണ് ഉള്ളതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ബാഗില് 7 1 രൂപയും അല്ലെ 7 1 രൂപയും 4 50 പൈസയും 4 25 പൈസയും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് പൈസയിലാണ് തന്നേക്കുന്നത് അല്ലെ? 7 1 രൂപയും 4 50 പൈസയും 4 25 പൈസയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, 4 ഇതെല്ലാം നമുക്ക് പൈസയിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇത് എന്തോത്തിലാണ് തന്നിരിക്കുന്നത്? റേഷ്യോ 200-ലാണ് അല്ലെ? 200 രൂപയിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു ചക്കയും ഒരു മാങ്ങയും കൂടെ വന്നാൽ നമുക്ക് അത് ഈക്വൽ ആക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പൈസ എന്ന് പറയുന്നത് രൂപയിലോട്ടാക്കണം. രൂപയിലോട്ടാക്കണം. അപ്പൊ എന്ത് ചെയ്യാ? 1 രൂപയുടെ 7 നാണയങ്ങൾ. അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടും? 7 രൂപ കിട്ടും. ക്ലിയർ ആണോ? 1 രൂപയുടെ 7 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ 7 രൂപ കിട്ടി. 50 പൈസയുടെ 4 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടി? 50 പൈസയുടെ 4 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടി? 1 രൂപ കിട്ടി അല്ലേ? 2 രൂപ. 50 പൈസയുടെ 4 നാണയങ്ങളാണ് 2 രൂപ ഇല്ലേ? 50 പൈസയുടെ 2 നാണയങ്ങളാകുമ്പം 1 രൂപയാവും, 4 നാണയങ്ങളാകുമ്പം 2 രൂപ.
ഇനി 25 പൈസയുടെ 4 നാണയങ്ങളായപ്പോ എത്ര രൂപ കിട്ടി? 25 പൈസയുടെ 4 നാണയങ്ങളായപ്പോൾ എത്ര രൂപ കിട്ടി? 1 രൂപ. അപ്പൊ ഇത്ര എഴുതിയത് എല്ലാവർക്കും ക്ലിയർ ആണോ? 1 രൂപയുടെ 7 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ 7 രൂപ, 50 പൈസയുടെ 4 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ 2 രൂപ, 25 പൈസയുടെ 4 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ 1 രൂപ. ഇത്രയും കിട്ടി ഇല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ ഇപ്പൊ എത്ര രൂപയായി? 7, 8, 9, 10. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര രൂപയായി? 10 രൂപയായി. ഈ 10 എന്ന് പറയുന്നത് എത്രയാണെന്നാണ്? 10 യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 200 ആണ് ഇല്ലേ? 10 എന്ന് പറയുന്നതല്ലേ ഇവിടെ 200? ഈ കിട്ടിയ 10 എണ്ണം അല്ലേ 10 രൂപയല്ലേ ഈ 200? അതെ. അങ്ങനെയാണെങ്കിൽ 10 എന്ന് പറയുന്നത് 200 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 200/10 20 എന്ന് കിട്ടും ഇല്ലേ? 10 എന്ന് പറയുന്നത് 200 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 200/10 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് വേണ്ടത്? 4 യൂണിറ്റ് ആണ് വേണ്ടത്. അപ്പൊ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 4 × 20 80 എന്ന് കിട്ടി. ക്ലിയർ ആണോ? 4 × 20 80 എന്ന് കിട്ടി. നമുക്ക് എന്തായി? 50 പൈസയല്ലേ കണ്ടുപിടിക്കണ്ടേ? 50 പൈസയുടെ എത്ര എണ്ണമായിരുന്നു? 4 എണ്ണമായിരുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 80 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഇതിനി മനസ്സിലാവാത്തവരുണ്ടോ? ഒന്നുകൂടെ പറയണം എന്നുള്ളവരുണ്ടോ? ഓക്കെ. ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാം. ഇത് അല്ലെങ്കിൽ വേറൊരു രീതിയിലും കൂടെ എഴുതാം. എങ്ങനെയാ? ഞാൻ ജസ്റ്റ് അത് പറയണമെന്നേ ഉള്ളൂ, അത് ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് 10 രൂപ ഇവിടെ കിട്ടി ഇല്ലേ? ഇവിടെ വരെ എല്ലാരും ചെയ്തേ പറ്റൂ. 10 രൂപ ഇവിടെ കിട്ടി. 10 രൂപയിൽ 4 50 പൈസയുണ്ട്. കണ്ടോ? ഈ 10 രൂപയ്ക്കകത്ത് നമുക്ക് എത്ര 50 പൈസയായിരുന്നു? 4 എണ്ണം ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 200 രൂപയിൽ എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ 10 × 20 അല്ലേ 200? 10 × 20 അല്ലേ 200? അതേപോലെ 4 × 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 80 എന്ന് കിട്ടും ഇല്ലേ? 10 × 20 ആണ് 200. ഇതേപോലെ 4 × 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 80 എന്ന് കിട്ടി. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഒന്നുകൊണ്ട് ഇത് പറയണമെന്നുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബാഗിൽ 5:8:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. ആകെ ആ ബാഗിൽ 300 രൂപയാണ് ഉള്ളതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയ്തോ? ഇതെല്ലാരും ചെയ്യാം കേട്ടോ. മറ്റേത് ക്ലിയർ ആയിട്ടുള്ളവരെല്ലാം ഇത് ചെയ്യാം. ഇന്ന് നമുക്ക് 2 മണിക്ക് ക്ലാസ് ഇല്ല കേട്ടോ. 8:30-ക്കായിരിക്കും. 8:30 എല്ലാരും ഓക്കെ അല്ലേ? ഇന്നലെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഒരിടത്ത് പോയേക്കുമായിരുന്നു കേട്ടോ. ഒത്തിരി ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പൊ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ചെയ്തോ? നോക്ക. ഒരു ബാഗിൽ 5:8:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. ആകെ ആ ബാഗിൽ 300 രൂപയാണ് ഉള്ളതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രേ? ഇത് കിട്ടാത്തവരുണ്ടായിരുന്നോ? ഇത് ചെയ്തിട്ട് കിട്ടത്തില്ല, വീണ്ടും ഡൗട്ട് ഉണ്ടെന്നുള്ളവരുണ്ടോ? പറഞ്ഞേ. ചെയ്തോണ്ടിരിക്ക. കിട്ടി? ഓക്കെ, കിട്ടും.
ഓക്കെ കിട്ടി. അപ്പൊ ഇതെന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് 1 രൂപയുണ്ട് ഇവിടെയും, 50 പൈസയുണ്ട്, 25 പൈസയുണ്ട് ഇല്ലേ? റേഷ്യോ എത്രയാണ്? 5, 8, 4. 5:8:4 എന്ന റേഷ്യോയിലാണ്. 1 രൂപയുടെ 5 എണ്ണം എന്ന് വെച്ചാൽ 5 രൂപയുണ്ട്. 50 പൈസയുടെ 8 എണ്ണം, 50 പൈസയുടെ 8 നാണയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 4 രൂപ. 25 പൈസയുടെ 4 എണ്ണം എത്രയുണ്ട്? 1 രൂപ അല്ലേ? അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര വന്നു? 5 4 9 1 10. 10 എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 300 ആണ്. എങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ് അല്ലെ? 10 എന്ന് പറഞ്ഞാൽ 300 ആണ്, 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. എങ്കിൽ 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 8 × 30 240. 8 × 30 240 എന്ന് കിട്ടും. കിട്ടിയോ? ഇനി എന്താ പറഞ്ഞേക്കുന്നേ? ഇല്ലെന്നുണ്ടെങ്കിൽ 10 രൂപ, ഇവിടെ 10 രൂപയ്ക്കകത്ത് എത്ര 50 പൈസ നാണയങ്ങളുണ്ട്? 8 നാണയങ്ങൾ. അപ്പൊ 10 രൂപയ്ക്കകത്ത് 8 എണ്ണം. എങ്കിൽ 300 രൂപയ്ക്കകത്ത് എത്ര എണ്ണം? 10 × 30 ആണ് 300. 8 × 30 240. ഇതില് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. കിട്ടിയോ? കിട്ടി. പ്രോട്ടോ കിട്ടിയോ? ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ, ഇതുകൂടെ ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ആർക്ക് കിട്ടിയില്ലേലും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചായാലും ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ചെയ്തോ? ഒരാളെ ചെയ്തോളൂല്ലോ, എല്ലാരും ചെയ്യണം കേട്ടോ. ചെയ്ത് 2 പേര് ചെയ്തു, ശരിയാക്കി. ഓക്കെ, അടുത്തത് എന്താ ക്വസ്റ്റ്യൻ വന്നേക്കുന്നേ? ഒരു ബാഗിൽ 7:2:8 എന്ന അംശബന്ധത്തിൽ 1 രൂപ, 50 പൈസ, 25 പൈസ നാണയങ്ങളുണ്ട് ഇല്ലേ? 1 രൂപയുടെ എത്ര എണ്ണം? 7 എണ്ണം. 50 പൈസയുടെ എത്ര എണ്ണം? 2 നാണയങ്ങൾ. 25 പൈസയുടെ എത്ര എണ്ണം? 8 നാണയങ്ങൾ. ഇത്രയും കിട്ടിയോ? 1 രൂപയുടെ 7, 50 പൈസയുടെ 2, 25 പൈസയുടെ 8. അപ്പൊ 1 രൂപയുടെ 7 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 7 രൂപ. 50 പൈസയുടെ 2 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ 1 രൂപ. 25 പൈസയുടെ 8 നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ 2 രൂപ. അപ്പൊ എന്താ? 10 രൂപ എന്ന് പറയുന്നത് 300 ആണ്. എങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 300/10 30 ആണ്. എങ്കിൽ 50 പൈസയുടെ എത്ര എണ്ണമാണ്? 2 എണ്ണമാണ്. 2 × 30 60 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ PSC അഥവാ ചോദിക്കാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. PSCക്ക് 50 പൈസയോടാണ് എപ്പോഴും താല്പര്യം. എത്ര 25 പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമ്മുടെ PSCക്ക് 50 പൈസയെ ഇഷ്ടമുള്ളൂ. എങ്കിൽ നമ്മൾ ചോദിക്കാണ് എത്ര 25 പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര വരും?
240 അല്ലേ? 240. ആ 240 കറക്റ്റ് ആണ്. അപ്പൊ എന്താ, അല്ലെങ്കിൽ എന്താ, 10 രൂപയിൽ 2 എണ്ണം 300 രൂപയിൽ 10 × 30 300, 2 × 30 60. ഇനി ഈ 25 പൈസ ആണെങ്കിൽ എന്ത് വരും? 10 രൂപയിൽ 8 25 പൈസ അല്ലേ? അപ്പൊ 300 രൂപയിൽ എന്ന് പറഞ്ഞാൽ 10 × 30 ആണ് 300, 8 × 30 240. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇനി ഈ പ്രോബ്ലം വിടത്തില്ലല്ലോ? ഓക്കെ, ഇനി നമുക്ക് PY2കളാണേ. നീലയും വെള്ളയും ചായങ്ങൾ 5:3 എന്ന അംശബന്ധത്തിൽ കലർത്തി 40 ലിറ്റർ ചായക്കൂട്ടുണ്ടാകുന്നു. ഇതിനായി എത്ര ലിറ്റർ വെള്ളച്ചായം വേണം? വെള്ളച്ചായം എത്ര ലിറ്റർ വേണം? ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ഒന്ന് ഇറക്കി തന്നേ ഉള്ളൂ. നീലയും വെള്ളയും ചായങ്ങൾ 5:3 എന്ന അംശബന്ധത്തിൽ കലർത്തി 40 ലിറ്റർ ചായക്കൂട്ടുണ്ടാക്കുന്നു. ഇതിനായി എത്ര ലിറ്റർ വെള്ളച്ചായം വേണം? ഇത് എത്രയാ ചോദിച്ചിരിക്കുന്നേ? ഒന്നുമില്ല ഈ ക്വസ്റ്റ്യനി. എന്താണ്? നീലയും വെള്ളയും ചായങ്ങൾ 5:3 എന്ന റേഷ്യോ ഇല്ലേ? നീലയും വെള്ളയും ചായങ്ങൾ 5:3 എന്ന റേഷ്യോ. ടോട്ടൽ എത്രയുണ്ട്? 40 ലിറ്റർ ഉണ്ട് ഇല്ലേ? അപ്പൊ 5 3 8. 8 എന്ന് പറയുന്നതാണ് എന്ത്? ഈ 40 ലിറ്റർ എന്ന് പറയുന്നത് 8 എന്ന് പറയുന്നതാണ് 8 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 40 എങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 40/8 5 കിട്ടി അല്ലെ? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 × 5 15. ക്ലിയർ അല്ലേ? ഇത് കിട്ടാത്തവരുണ്ടോ? ക്ലിയർ? അഭിഷേകേ കിട്ടിയോ? ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 5:4 എന്ന അംശബന്ധത്തിലാണ്. നീളം 2.5 മീറ്റർ ആണ് എങ്കിൽ വീതി എത്രയാണ്? ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 5:4 എന്ന അംശബന്ധത്തിലാണ്. നീളം 2.5 മീറ്റർ എങ്കിൽ വീതി എത്രേ? എത്ര വരും? ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 5:4 എന്ന റേഷ്യോ അല്ലെ? 5:4 എന്ന അംശബന്ധത്തിലാണ്. നീളം 2.5 മീറ്റർ ആണ്. ഞാൻ എഴുതി കാണിക്കാം കേട്ടോ, ഒരു മിനിറ്റ്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ അടിച്ചു വെച്ചിരിക്കുമല്ലായിരുന്നോ? അപ്പൊ ഞാനാണെങ്കിൽ വേറൊരു ഡിസൈൻ കൊടുത്തപ്പോ എല്ലാം മാറി. അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചതും ഇല്ല. അപ്പൊ എന്താ, ഒരു ഇതിന്റെ ചതുരത്തിന്റെ നീളവും വീതിയും, അപ്പൊ നീളവും വീതിയും 5:4 എന്ന റേഷ്യോയിലാണ്. ഇതിൽ നീളം എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. അപ്പൊ നീളമാണ്. അപ്പൊ ഈ 5 എന്ന് പറയുന്നതാണ് എന്ത്? 2.5 മീറ്റർ അല്ലേ? 5 എന്ന് പറയുന്നതാണ് 2.5 മീറ്റർ.
അപ്പൊ 5 എന്ന് പറയുന്നത് 2.5 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയാണ്? 2.5 by 5 ആണ് അല്ലേ? 2.5 by 5 ആണ് എങ്കിൽ വീതി എത്ര? ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2.5 by 5 ആണെങ്കിൽ 4 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 2.5 by 5 into 4 എന്ന് കിട്ടും ഇല്ലേ? 2.5 by 5 into 4 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടി? 2.5 into 4 by 5 2 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? 10 by 5 അല്ലേ? 2.5 into 4 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 by 5 എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. ക്ലിയർ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. റീന, സീമ ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. 6 വർഷം കഴിയുമ്പോൾ റീനയുടെ വയസ്സ് 21 ആകും എങ്കിൽ സീമയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമുക്ക് സിലബസിൽ പറഞ്ഞേക്കുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ല, ഏജസ് ആണ്. ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്ക് ഈ ഏജസ് പറഞ്ഞാലും അത് നമുക്ക് എന്ത് വേണം? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ കിട്ടണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഏജസ് ഇക്വേഷൻ എഴുതി നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. ചെയ്തോ? ക്വസ്റ്റ്യൻ മാറിയിട്ടില്ലേ? ആർക്കും മാറിയിട്ടില്ലേ? എനിക്ക് മാറിയിട്ടുണ്ടല്ലോ. സ്റ്റക്ക് ആണോ? ഇപ്പോഴും മാറിയിട്ടില്ല? സ്റ്റക്ക് ആണല്ലേ? എങ്കിൽ നമുക്ക് നാളെ എടുക്കാം ഈ പ്രോബ്ലം കേട്ടോ. അപ്പൊ താങ്ക് യു. നാളെ ചെയ്യാം. സ്റ്റക്ക് അല്ലേ? ഓക്കെ, സാരമില്ല, നാളെ ചെയ്യാം കേട്ടോ. നമ്മുടെ ടൈം ആയി. താങ്ക് യു.